എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എഡ്യൂടൈൻമെൻറ്റ് ഹബിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് ഇന്ന് കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് പരീക്ഷയുടെ ഗണിതത്തിലെ 4ാം ക്ലാസ്സിലെ ഗണിതത്തിലെ ക്വസ്റ്റ്യനുകളും അതിലെ ആൻസറുകളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രവർത്തനം 1 സംസ്ഥാന കായികമേള. 2025 സംസ്ഥാന കായികമേളയിൽ 4 പേർ 3000 മീറ്റർ ഓട്ട മത്സരത്തിനെടുത്ത സമയമാണ് ചുവടെ തന്നിരിക്കുന്നത്. അപ്പോൾ പേര്, ഓട്ടം പൂർത്തിയാക്കാൻ എടുത്ത സമയമൊക്കെ തന്നിട്ടുണ്ട്. ആദ്യത്തെ ആൾ 9 മിനിറ്റ് 27 സെക്കൻഡ്, രണ്ടാമത്തെ ആൾ 9 മിനിറ്റ് 15 സെക്കൻഡ്, മൂന്നാമത്തെ ആൾ 9 മിനിറ്റ് 28 സെക്കൻഡ് എങ്ങനെയാണ് സമയം എടുത്തുള്ളത്. നാലാമത്തെ ആൾ 9 മിനിറ്റ് 13 സെക്കൻഡ് എടുത്തുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. മത്സരത്തിൽ വിജയിച്ചതാരാണ്? നമുക്കറിയാം ഏറ്റവും കുറച്ച് സമയം എടുത്ത ആളായിരിക്കും മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ടാവുക. അപ്പം ഏറ്റവും കുറച്ചെടുത്തത് 9 മിനിറ്റ് 13 സെക്കൻഡ് ജഗന്നാഥനാണ് വിജയിച്ചിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ നോക്കാം. 3000 മീറ്റർ ഫൈനൽ മത്സരം 2025 ഒക്ടോബർ 23 വ്യാഴാഴ്ചയായിരുന്നു. തൊട്ട് മുമ്പും ശേഷം വരുന്ന വ്യാഴാഴ്ചകളുടെ തീയതി എഴുതുക. അപ്പം നമുക്ക് 23 7 മൈനസ് ചെയ്താൽ 16 കിട്ടും. 23ലേക്ക് 7 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 30 ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിൻ്റെ സി ക്വസ്റ്റ്യൻ നോക്കാം. 3 മണി 45 മിനിറ്റ് സമയം ക്ലോക്കിൽ വരച്ച് ചേർക്കുക. 3 മണി 45 മിനിറ്റ് സമയം എന്ത് ചെയ്യണം? ക്ലോക്കിൽ വരച്ച് ചേർക്കണം. സിമ്പിളാണ്. 45 മിനിറ്റ് നമുക്ക് 9ലേക്ക് വരക്കാം. 3 മണി 45 മിനിറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യാം? വരക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 മണി 45 മിനിറ്റ് 15 സെക്കൻഡിന് ശരിയായതിന് നേരെ ടിക്ക് അടയാളപ്പെടുത്തുക. അപ്പം ബി ക്വസ്റ്റ്യനാണ് നമുക്ക് എന്തായിട്ടുള്ളത്? അതിന് ശരിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടിക്ക് അടയാളപ്പെടുത്താം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2 സഞ്ചയിക നിക്ഷേപം. നീലമല LP സ്കൂളിലെ 4 ക്ലാസ്സിൽ നിന്ന് കിട്ടിയ സഞ്ചയിക നിക്ഷേപമാണ് താഴെ തന്നിരിക്കുന്നത്. ക്ലാസ് 1 2 3 4 ഉണ്ടോ? 1 2 4 അതിൽ കിട്ടിയ പൈസ ഒക്കെ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തുക കിട്ടിയ ക്ലാസ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2ാം ക്ലാസ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തുക എന്ത് ചെയ്തിട്ടുള്ളത്? ലഭിച്ചിട്ടുള്ളത് 2ാം ക്ലാസ്സിൽ നിന്നാണ്. നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ. കിട്ടിയ തുകയെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതുക. കിട്ടിയ തുക വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുമ്പോൾ 4245, 4238, 3200, 2150 എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അടുത്തത് സി ക്വസ്റ്റ്യൻ. 1 2 ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ ആകെ തുക എത്ര? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 1 2 പ്ലസ് ചെയ്താൽ മതി. 2150 പ്ലസ് 4245 കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6395 എന്ന് ഉത്തരം ലഭിക്കും. ഡി ക്വസ്റ്റ്യൻ. 3ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയ തുകയേക്കാൾ എത്ര കൂടുതലാണ് 4ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയ തുക? അപ്പോൾ 4ൽ നിന്ന് കിട്ടിയ തുകയിൽ നിന്ന് 3 മൈനസ് ചെയ്താൽ മതി അല്ലേ? 4238 മൈനസ് 3200 ചെയ്യുമ്പോൾ 1038 എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ ലഭിക്കും. ചുവടെ തന്നിരിക്കുന്നത് ശരിയായ പാറ്റേണിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അപ്പം ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ശരി ആൻസർ ആയിട്ട് വരുന്ന പാറ്റേൺ ബി ആണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രവർത്തനം 2 ബി മൈതാന നിർമ്മാണത്തിന് പണം ശേഖരിക്കാനായി നന്മ ക്ലബ്ബ് തട്ടുകട തുടങ്ങി. കടയിൽ നിന്ന് ഓരോ ദിവസവും കിട്ടിയ തുക താഴെ തന്നിരിക്കുന്നു. അപ്പോൾ അവർ തട്ടുകട തുടങ്ങിയിട്ട് ഓരോ ദിവസം അവർക്ക് കിട്ടിയ തുക അവിടെ തന്നിട്ടുണ്ട്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. അപ്പം ഏറ്റവും കൂടുതൽ തുക കിട്ടിയത് ഏത് ദിവസമാണ്? ഏറ്റവും കൂടുതൽ തുക കിട്ടിയത് ഏത് ദിവസമായിരിക്കും? നോക്കുമ്പോൾ വ്യാഴാഴ്ചയാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് അല്ലേ? കിട്ടിയ തുകയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതുമ്പോൾ 7455, 7985, 8494, 8593, 8980 എന്ന ക്രമത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെള്ളിയാഴ്ച കിട്ടിയ തുകയെ അബാക്കസിൽ ചിത്രീകരിക്കുക. വെള്ളിയാഴ്ച കിട്ടിയ തുക എന്ന് പറയുന്നത് 8593 അപ്പം നമുക്ക് 1000-ൽ 8 ഇടണം. 1 2 3 4 5 6 7 8 1 2 3 4 5 1 2 3 4 5 6 7 8 9 1 2 3. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും കിട്ടുക കേട്ടോ. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ. വെള്ളിയാഴ്ച കിട്ടിയ തുകയെ ബുധനാഴ്ച കിട്ടിയ തുകയാക്കാൻ അബാക്കസിൽ വരുത്തേണ്ട മാറ്റം എന്ത്? ചുവടെ ശരിയുത്തരം അടയാളപ്പെടുത്തുക. അപ്പോൾ അതിൽ ശരിയുത്തരം ഏതായിരിക്കും? സി ആയിരിക്കും അതിൻ്റെ ശരിയുത്തരം. ഓക്കെ, പ്രവർത്തനം 3 സമ്പാദ്യം. നിഷയുടെ സമ്പാദ്യത്തിൽ നിന്ന് പിൻവലിച്ച തുക നോക്കൂ. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഇതുവരെയുള്ള നിക്ഷേപിച്ച തുക 9980 ഉണ്ട്. ഇന്ന് പിൻവലിച്ച തുക 4000 രൂപ ഉണ്ട്. നിഷയുടെ സമ്പാദ്യത്തിൽ എത്ര രൂപ ബാക്കിയുണ്ട്? അപ്പോൾ 9980 മൈനസ് 4000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ 5980 എന്ന് നമുക്ക് എന്ത് ചെയ്യും? ആൻസർ ലഭിക്കും. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. ചുവടെ തന്നതിൽ 4000 രൂപക്ക് തുല്യമായത് ഏത്? ശരിയായതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ 500, 6500, 650 ശരിയല്ല. 6500 500 ശരിയാവില്ല. 6500
5200 അതിൻ്റെ എന്ത് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിഷ ബാങ്കിൽ നിന്ന് പിൻവലിച്ച 4000 രൂപയുമായി തുണിക്കടയിൽ പോയി വാങ്ങിയ സാധനങ്ങളുടെ വിലയും നോക്കാം. അപ്പം ആകെ വാങ്ങിയ സാധനങ്ങളുണ്ട്. സാധനങ്ങൾ വാങ്ങാനായി ആകെ എത്ര രൂപ ചെലവായി? അപ്പോൾ ഇതൊക്കെ പാടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 2305 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ. ഒരു ബാഗ് കൂടി വാങ്ങിയപ്പോൾ ആകെ 2900 രൂപയായി. പിൻവലിച്ചതിൽ ബാക്കി എത്ര രൂപയുണ്ട്? അപ്പം 4000 രൂപ പിൻവലിച്ചതിൽ 2900 രൂപക്ക് സാധനങ്ങൾ മേടിച്ചു. അപ്പം 4000 മൈനസ് 2900 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 1100 എന്ന് നമുക്ക് എന്ത് ചെയ്യും? ആൻസർ ലഭിക്കും. പാറ്റേൺ പൂർത്തിയാക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. പാറ്റേൺ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് വിട്ടുപോയ ഭാഗത്ത് 7360 എന്ന് ലഭിക്കും. പ്രവർത്തനം 4 കലണ്ടർ കണക്ക്. അപ്പോൾ ഒക്ടോബർ 2025 കലണ്ടർ ഇവിടെ തന്നിട്ടുണ്ട്. വ്യായം 2-ാം തീയതി ഗാന്ധി ജയന്തിയാണ്. ദീപാവലി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാം എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളത് അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒക്ടോബർ മാസത്തിലെ ആദ്യ ബുധനാഴ്ച ഏത് ദിവസമായിരിക്കും? ഒക്ടോബർ മാസത്തിലെ ആദ്യ ബുധനാഴ്ച ഏത് ദിവസമായിരിക്കും? 1-ാം തീയതി ആയിരിക്കും അല്ലേ. ആദ്യത്തെ ബുധനാഴ്ച 1-ാം തീയതി ആയിരിക്കും. സിമ്പിളാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കലണ്ടറിൽ ദീപാവലി ഏത് തീയതി ആയിരിക്കും? കലണ്ടറിൽ ദീപാവലി ഏത് തീയതി ആയിരിക്കും? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദീപാവലിൻ്റെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം 20-ാം തീയതി ആയിരിക്കും. 20-ാം തീയതി ആയിരിക്കും ദീപാവലി വരുന്നത് അല്ലേ. നോക്കാം. നവംബർ 1 ശനിയാഴ്ചയാണ്. നവംബർ 9 ഏതായിരിക്കും ദിവസം? നവംബർ 1 ശനിയാഴ്ചയാണ്. അപ്പോൾ നവംബർ 9 ഞായറാഴ്ച ആയിരിക്കും, സൺഡേ ആയിരിക്കും. ഡിസംബർ 1 തിങ്കളാഴ്ചയാണ്. ഡിസംബർ മാസത്തിൽ ആകെ എത്ര തിങ്കളാഴ്ചകളുണ്ട്? ഡിസംബർ 1 തിങ്കളാഴ്ചയാണ്. ഡിസംബർ മാസത്തിൽ ആകെ എത്ര തിങ്കളാഴ്ചകളുണ്ട്? ഡിസംബർ 1 തിങ്കളാഴ്ചയാണെങ്കിൽ ഫസ്റ്റ് ദിവസം തിങ്കളാഴ്ചയാണ്. അപ്പോൾ 5 എണ്ണം ഉണ്ടാകും. ദീപാവലി മുതൽ ഒക്ടോബർ അവസാന തീയതി വരെ എത്ര ദിവസങ്ങളുണ്ട്? ചുവടെ കൊടുത്തതിന് നേരെ ശരിയായിട്ട് നടത്തുക. ദീപാവലി മുതൽ എന്നാണ് പറഞ്ഞത്. ഒക്ടോബർ മാസത്തിൽ 31 ദിവസമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 12 എന്ന് ആൻസർ കിട്ടും. അടുത്തത് പ്രവർത്തനം 5A മുത്തുകൾ. 36 മുത്ത് വീതം 4 പേർക്ക് കൊടുക്കാൻ ആകെ എത്ര മുത്തുകൾ വേണം? അപ്പോൾ 36 × 4 144 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 36 മുത്തുകൾ അനുവും ബിനുവും കൂട്ടങ്ങളാക്കിയത് 3-ന്റെ 12 കൂട്ടവും 2-ന്റെ 18 കൂട്ടവും എന്നിങ്ങനെയാണ്. മാതൃക പോലെ 36-നെ വ്യത്യസ്ത കൂട്ടങ്ങളാക്കി എഴുതൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പിരിച്ചെഴുതിയ പോലെ 2-ആക്കി എഴുതാം. 4 × 9 എന്നും 6 × 6 എന്നും എന്ത് ചെയ്യാം? നമുക്ക് അതിനെ എഴുതാം. അതിൻ്റെ സി ക്വസ്റ്റ്യൻ, 9 × 8 എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ 11 × 8 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ശരിയായതിന് നേരെ ശരി അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 9 × 8 72 ആണല്ലേ. അപ്പോൾ നമുക്ക് 11 × 8 നോക്കാം. 9 × 8 9ഉം 11 നമ്മൾ 2 മാറ്റുക. 2 8 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 72നോട് 2 തവണ 8 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ലഭിക്കും. അടുത്തത് ഡി ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയെ എ കൊണ്ട് ഗുണിച്ചാൽ 140 കിട്ടും. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ എ കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അപ്പോൾ ഒരു സംഖ്യ, ആ സംഖ്യനെ എ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 140 കിട്ടും. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ എ കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? സിമ്പിളാല്ലേ. അതിലേക്ക് ഒരു എ കൂടെ കൂട്ടി കൊടുത്താൽ 147 എന്ന് നമുക്ക് എന്ത് ചെയ്യും? ആൻസർ ലഭിക്കും. പ്രവർത്തനം 5B ശാസ്ത്രോത്സവം. സ്കൂൾ തല ശാസ്ത്രോത്സവത്തിൽ വിവിധ മേളകളിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം നോക്കൂ. അപ്പം ഈ കുട്ടികളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഗണിതമേള 23, പ്രവൃത്തി പരിചയമേള 30, സാമൂഹ്യ ശാസ്ത്രമേള 22, ശാസ്ത്രമേള 25 അല്ലേ. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താന്ന്. ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ബാഡ്ജ് കൊടുത്തു. ഒരു ബാഡ്ജിന് 6 രൂപ ചെലവായി. ഓക്കെ. എ ക്വസ്റ്റ്യൻ, പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ബാഡ്ജ് നൽകാൻ ചെലവായ തുക എത്ര? അപ്പോൾ പ്രവൃത്തി പരിചയമേളയിൽ 30 കുട്ടികളാണ് ഉള്ളത്. 30 × 6 180 എന്നായിരിക്കും ആൻസർ. ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും നോട്ട് ബുക്ക് സമ്മാനമായി കൊടുത്തു. ഒരു നോട്ട് ബുക്കിന് 20 രൂപയാണ് വില. ആകെ എത്ര രൂപ ചെലവായി? അപ്പം നോക്കി ആകെ എത്ര കുട്ടികളുണ്ട് നോക്കി നമ്മൾ നോക്കുന്ന സമയത്ത് 100 കുട്ടികളുണ്ട് അല്ലേ. 100 കുട്ടികളുണ്ട്. അപ്പം 100 × 20 എന്ന് ചെയ്യുമ്പം 2000 നമുക്ക് എന്ത് ചെയ്യും? ആൻസർ ലഭിക്കും അല്ലേ. 100 × 20 ചെയ്യുമ്പോൾ 2000 എന്ന് ആൻസർ ലഭിക്കും. ഓക്കെ, 100 × 20 2000. സി ക്വസ്റ്റ്യൻ, പാറ്റേൺ പൂർത്തിയാക്കുക. പാറ്റേൺ നോക്കി 1000 2000 4000 1600 ഗ്യാപ്പ് ഡാഷ് 1600. അപ്പം എന്താ മാറ്റം? 1000 കൂട്ടുമ്പോൾ 2000 കിട്ടി. 2000 കൂട്ടുമ്പോൾ 4000 കിട്ടി. 4000 കൂട്ടി അപ്പോൾ അടുത്ത എത്ര കിട്ടണം? 8000 കിട്ടും. 8000 കൂട്ടുമ്പം 16000 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 8000 ആണ്. ഡി ക്വസ്റ്റ്യൻ, 10 × 9 എന്ന് പറയുന്നത് 90 ആണ്. 13 × 9 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട് ശരിയായതിന് നേരെ ശരി അടയാളപ്പെടുത്തുക.
90നോട് 9 കൂട്ടിയത് അപ്പോൾ പറ്റില്ല, 11 × 9 ആവുള്ളൂ. 90നോട് 3 പ്രാവശ്യം 9 കൂട്ടിയ സംഖ്യ അല്ലേ, 90നോട് 3 പ്രാവശ്യം 9 കൂട്ടിയ സംഖ്യയാണ് ഇത് 13 × 9. ഓക്കെ, അപ്പം എല്ലാ കൂട്ടുകാർക്കും എല്ലാ ആൻസറുകളും കിട്ടിയിട്ടുണ്ട്, എല്ലാം ശരിയായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പരീക്ഷകളിലെ മാർക്കൊക്കെ മേടിക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യാവുന്നതാണ്, കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇനി വരുന്ന പരീക്ഷകളൊക്കെ നല്ലോണം പഠിക്കുക കേട്ടോ.